അപ്പൊ നീ മുമ്പ് അവൻ്റെ ഒപ്പോടെ ശരി, നിന്റെ അടിവസ്ത്രമൊന്നും കീറിയിട്ടില്ലല്ലോ. നീ ഊരി കൊടുത്തു. അവൻ തന്റെ ഉടുപ്പൂരി, എന്നിട്ട് അവൻ എവിടെ പിടിച്ചത്? പറയടി, എവിടെയടി പിടിച്ചത്? നീ അവനെ തടയാൻ നോക്കിയില്ലേ? അവൻ തന്റെ കാല് പിടിച്ചു വെച്ചോ അതോ നീ കൊടുത്തുവോ? എടി വല്ലതും നടന്നോന്ന്. നീ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അവൻ തന്നെ റേപ്പ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നെ റേപ്പ് ചെയ്തോടി. നിനക്ക് പരാതിയുണ്ടോ? എടോ, പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചിട്ട് ഇവിടെ പറഞ്ഞോട്ടെ. കണ്ടവന്മാരെ കൂടെ കിടന്നിട്ട് വന്നേക്കും. എവിടെയാ ചെന്ന് കയറുന്നെന്ന് ആലോചിക്കണം. അതിപ്പോ അന്വേഷണം നടക്കില്ലേ? പിന്നെ വിളിക്കാൻ വെച്ചു. കുടിക്കാനുള്ള സാറേ, ഞങ്ങളൊന്ന് ഈ മൊഴി റെഡിയാകുന്നേ ഉള്ളൂ. ഒപ്പിട്ട് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. ഞാനൊന്ന് പുറത്തു പോയി വരാം. സന്ധ്യാനേരത്താണല്ലോ എഴുന്നള്ളത്ത്. നാത്തൂനെ കാണാനുള്ള വരവായിരിക്കും. കയറിച്ചല്ലേ, അത് തിരുപ്പുണ്ട്. സാർ അന്വേഷിച്ചിട്ട് കിട്ടാത്ത തമ്പുരാക്കന്മാരെല്ലാം കൂടി നശിപ്പിക്കാൻ നോക്കിയ ഫ്ലാറ്റിന്റെ CCTV ഫുട്ടേജസ് ആണിത്. ഇതുകൊണ്ട് എന്തൊലത്താനാ? നിന്റെ ആങ്ങള അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സമ്മതത്തോടു കൂടിയാ. അതവൾ അകത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കുക. എന്തായാലും ഇതെന്റെ കയ്യിലിരിക്കട്ടെ, കണ്ടേക്കാം. ഒരു എന്റർടൈൻമെന്റ് അല്ലേ? കാണ്, എന്നിട്ട് പൂഴ്ത്തിക്കോ. ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുറെ പ്രൈവറ്റ് കളക്ഷൻസ് കയ്യിൽ കാണുമല്ലോ. ഇതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇത് വേണ്ടിടത്ത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയാം. നീ സ്വന്തം ആങ്ങളെ അഴിയണിക്കാൻ നടക്കുന്ന നീ ഒരു പെണ്ണാണോടി? അതെ സാറേ, പെണ്ണായതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാർ നേരത്തെ പറഞ്ഞ കൺസെന്റ് ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം പിടികിട്ടുന്നതും പെണ്ണായതുകൊണ്ട് തന്നെയാണ്. റേപ്പ് ചെയ്തത് സ്വന്തം ആങ്ങളെയാണെങ്കിലും വെറുതെ വിടില്ലെന്ന് തീരുമാനിച്ചത് ഒരു പെണ്ണായതുകൊണ്ട് തന്നെയാണ്. അതെ, എനിക്കൊരു സംശയമുണ്ട്. ഇയാളൊക്കെ സല്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉൾപ്പ് തോന്നാറില്ലേ? താനങ്ങനെ വലിയ മാന്യനെ നടക്കാന്ന് കരുതണ്ട. തനിക്കുള്ള പണി ഞാൻ വേറെ തരും. മോളെ വാ. ഇരിക്ക്. ഇരിക്ക്. ഒന്ന് വായിച്ചൊപ്പിട്. അമലും ഞാൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിലും മറ്റും കാണാറുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്നവരായതുകൊണ്ട് പരസ്പര സമ്മതത്തോടെയാണ് ഞങ്ങൾ അടുത്തിടപഴകിയിരുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് അന്നേ ദിവസം സുജിത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നത്. 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകാനായി തയ്യാറാകാൻ ബാത്റൂമിൽ കയറിയപ്പോൾ കാൽ തെറ്റി വീണ് എനിക്ക് പരിക്ക് പറ്റി. അതിലെൻ്റെ കാമുകനായ അമലിനോ മറ്റുള്ളവർക്കോ യാതൊരു ഉത്തരവാദിത്വവുമില്ല. എനിക്കെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് നടന്ന സംഭവം പറഞ്ഞ് ഞാൻ മടുത്ത്. ആശുപത്രിയിൽ, വീട്ടുകാരോട്, നാട്ടുകാരോട്
ചോദിക്കുന്നവരോട് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും 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 ഈ ഹ്യൂമിലേഷൻ എനിക്ക് താങ്ങാൻ പറ്റില്ല സർ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ല. എന്താ സർ എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊന്നും അല്ല സത്യം. സാറ് പറ, ഞാൻ അതിൽ ഒപ്പിടണോ? എനിക്ക് പറയാനുള്ള ഞാൻ കോടതിയിൽ പറഞ്ഞോളാം സാർ. ഇതിൽ ഞാൻ ഒപ്പിടില്ല. അച്ഛാ, അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. ഇതിലച്ഛൻ അവളുടെ കൂടെ നിൽക്കണം. അച്ഛൻ എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ നമ്മളിതിൽ തോക്കില്ല, നമ്മൾ തോറ്റു കൊടുക്കില്ല. നമ്മുടെ നാട്ടിൽ ദിയെ പോലുള്ള പെൺകുട്ടികൾക്ക് അധികം ഓപ്ഷൻസ് ഇല്ല. ഒന്നുകിൽ മറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മറക്കുക. ഇതുമല്ലെങ്കിൽ മരിക്കുക. ഇതൊന്നുമല്ലെങ്കിൽ മുഴുവൻ സ്ട്രെങ്ത്തും എടുത്ത് റെസിസ്റ്റ് ചെയ്യും. അവസാനത്തെ ഓപ്ഷനാണ് ദിയെ എടുത്തത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എൻ ഈസി ജേർണി ഫോർ മീ ആസ് വെൽ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിച്ചവരും ഞാൻ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരില്ലേ, അവരുമായിട്ടായിരുന്നു എൻ്റെ ഫൈറ്റ്. ഒരുപാട് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഓരോരോ സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്. ഇറ്റ് വാസ് എ പ്രിവിലേജ് ടു സീ ദിയ സ്റ്റാൻഡിങ് അപ്പ് ആൻഡ് ബിൽഡിങ് ഹെർ ഓൺ ലൈഫ്. ഇതിൽ ദിയ ഒറ്റയ്ക്കല്ല, ആൻഡ് ഷീ വിൽ നെവർ ബി അലോൺ. So let me introduce her to you. Ordinary, but the bravest. Diya. ഒരൊറ്റ ദിവസം കൊണ്ടാണ് എൻ്റെ ജീവിതം മൊത്തം മാറി മറിഞ്ഞത്. ഇത് സംഭവിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച എൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ്. പിന്നെ മനസ്സിലായി ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. എൻ്റെ ഡ്രസ്സോ എൻ്റെ ചോയ്സസോ ഞാൻ പുറത്തിറങ്ങിയ സമയമോ എൻ്റെ സ്നേഹമോ ഇതൊന്നുമല്ല. ആ റിയലൈസേഷനാണ് പിന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് മൊത്തം തന്നത്. ഇപ്പം ഞാൻ ഇൻവിസിബിൾ അല്ല. ഐ എം ഫൈറ്റിംഗ് മൈ ബാറ്റിൽ എവറി ഡേ. And എല്ലാ അർത്ഥത്തിലും I am living my life to the fullest. You know why? Because I am not a victim. I am a survivor.